Hello, Makle. Welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam ചാനലിലേക്ക് സ്വാഗതം. It's me, Learning Days, your physics master teacher. അപ്പോൾ മക്കളെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സീരീസ് നിങ്ങൾക്ക് വളരെയധികം വാല്യുബിൾ ആകാൻ പോകുന്ന ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2020 അതായത് 20 ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്ററിൽ നിന്നും. സോ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത് സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ് ആണ്. സോ നിങ്ങൾക്കറിയാം സോളിഡ്സ് എന്ന് പറയുന്നത് ഒരു ലോ വെയിറ്റേജ് ചാപ്റ്റർ ആണ്. ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് ഏറ്റവും വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്റർ ആണ്. ഈവൻ 2019 നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് ഒരു 10+ മാർക്സിന് ചോദിച്ചിട്ടുണ്ട് ക്രിസ്മസ് എക്സാമിന്. സോ ഈ ക്രിസ്മസ് എക്സാമിന് ഈ ഒരു ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ക്രിസ്മസ് എക്സാമിന്റെ ഒരു സ്പെഷ്യൽ സീരീസ് ആണ്. സോ ഇനി മുതൽ എല്ലാ ദിവസവും നിങ്ങൾ +1 ആയിക്കോട്ടെ +2 ആയിക്കോട്ടെ എല്ലാ മക്കൾക്കും 2020 ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഓരോ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ ഇടുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും മക്കളെ. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എക്സാം ടൈമിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ബൾക്കായിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഭയങ്കര ഹെക്റ്റിക് ആയി പോകും. സോ തീർച്ചയായിട്ടും ഈ ഒരു സെഷൻ അല്ലെങ്കിൽ ഇനി മുതലുള്ള 2020 ക്വസ്റ്റ്യൻസ് എവറി ഡേ നിങ്ങൾ പഠിക്കുക. നിങ്ങൾ ഓൾറെഡി കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ ഇനി നെക്സ്റ്റ് നിങ്ങളുടെ സ്റ്റേജ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്യാന്നുള്ളതാണ്. തിയറി അല്ലെങ്കിൽ കോൺസെപ്റ്റ് നന്നായി ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഇനി ക്വസ്റ്റ്യൻസിനെ എങ്ങനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യണം അല്ലെങ്കിൽ എത്രത്തോളം ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആണ് എന്നറിയണമെങ്കിൽ ക്വസ്റ്റ്യൻസ് തന്നെ പ്രാക്ടീസ് ചെയ്യണം. അതൊരിക്കലും നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് വരില്ല. നമുക്ക് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്താൽ മാത്രമേ ആ ഒരു കോൺഫിഡൻസ് വരത്തുള്ളൂ. സോ യെസ്, അപ്പം ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 20 ചോദ്യങ്ങൾ 20 മിനിറ്റിനുള്ളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ തീർച്ചയായിട്ടും വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെഷൻ ആയിരിക്കും മക്കളെ. എക്സാം ടൈമിൽ ചുമ്മാ ഹെക്റ്റിക് ആകാതെ ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മുടെ ഷുവർ ഷോർട്ട് 20 ക്വസ്റ്റ്യൻസ് ഫ്രം സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ് ആണ്. സോ യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Pressure in a fluid at rest is same at all points which are at same height. Name the law. It is nothing but എന്താണ് Pascal's law ആണ്. And of course നിങ്ങൾക്കറിയാം പാസ്കൽസ് ലോ സ്റ്റേറ്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. 2 മാർക്സിന് നമുക്ക് ലോ സ്റ്റേറ്റ് ചെയ്യാനും വരാം കേട്ടോ. അപ്പൊ പാസ്കൽസ് ലോ എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. ആൻഡ് പാസ്കൽസ് ലോയിൽ നമ്മൾ ഒരു 3 പോയിന്റ് ആയിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്തിരുന്നു. ആ 3 പോയിന്റിന്റെയും സമ്മറിയാണ് ശരിക്കും പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. എക്സാക്ട്ലി തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സെഷൻ പോയിട്ട് കാണാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം പാസ്കൽസ് ലോയിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ, മിസ് ഇത്രയും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ആ ഒരു ലെക്ചർ നിങ്ങൾ കാണാനായിട്ട് ശ്രദ്ധിക്കാം. സോ പാസ്കൽസ് ലോ. അപ്പം പ്രഷർ എന്താ പറയാ ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലാണെന്നുണ്ടെങ്കിൽ അതിൽ ഏത് പോയിന്റ്, അതായത് സെയിം ഹൈറ്റിലുള്ള ഏത് പോയിന്റിൽ എടുത്തിട്ടുണ്ടെങ്കിലും പ്രഷർ സെയിം ആയിരിക്കും. ആൻഡ് ഓൾസോ നമുക്കറിയാം നമ്മൾ എക്സ്റ്റേണലി ഒരു പ്രഷർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫ്ലൂയിഡിനും അതേപോലെ തന്നെ അതിന്റെ കണ്ടെയ്നേഴ്സിനും എക്സാക്ട്ലി എത്രയാണോ എക്സ്റ്റേണൽ പ്രഷർ അതിലൊട്ടും കുറയാതെ എന്ത് കിട്ടും, എല്ലാ ത്രൂ ഔട്ട് ദി ഫ്ലൂയിഡും അതുപോലെ കണ്ടെയ്നറിലോട്ടും ആ ഒരു പ്രഷർ എക്സേർട്ടഡ് ആവും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? For which of the following liquid the liquid meniscus in the capillary tube is convex? നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് മെർക്കുറി ഓർ വാട്ടർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓഫ് കോഴ്സ് നമുക്കറിയാം മെർക്കുറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, യെസ് കോൺവെക്സ് ആണ് അതിന്റെ മെനിസ്കസ് വരുന്നത്. ആൻഡ് ഓൾസോ വാട്ടറിന്റെ ആണെന്നുണ്ടെങ്കിൽ കോൺകേവ് ആണ്. ആൻഡ് ഓൾസോ നമ്മൾ പഠിച്ചിരുന്നു എങ്ങനെയാണ് കോൺവെക്സ് വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് കോൺകേവ് മെനിസ്കസ് വരുന്നത്. അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ആംഗിൾ, അതായത് ഒബ്റ്റ്യൂസ് ആംഗിൾ, ഇപ്പം കോൺവെക്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് 90 ഡിഗ്രിനെക്കാട്ടിലും കൂടുതലായിരിക്കും ആംഗിൾ എന്ന് പറയുന്നത്. ആൻഡ് കോൺകേവ് ആണെന്നുണ്ടെങ്കിൽ അക്യൂട്ട് ആംഗിൾ ആയിരിക്കും, അതായത് 90 ഡിഗ്രിനെക്കാട്ടിലും താഴെയായിരിക്കും വരുന്നത്. ആൻഡ് യെസ്, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം അല്ലേ. ഓക്കെ, ആൻഡ് ഓൾസോ നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ അടുത്ത് 1 മാർക്കിന് ചോദിക്കാം. ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ഫോർ പ്യുവർ വാട്ടർ, ഓക്കെ, for pure water is equal to 0 കേട്ടോ. പ്യുവർ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആംഗിൾ ഓഫ് കോൺടാക്ട് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 0 ആണ്. ആൻഡ് മെർക്കുറിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ അത് 90 ഡിഗ്രിനെക്കാട്ടിലും കൂടുതലായിരിക്കും, അതാണ് നമ്മൾ പറഞ്ഞ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന്. ആൻഡ് വാട്ടറിനെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്, അക്യൂട്ട് ആംഗിൾ ആണ്. 90 ഡിഗ്രിനെക്കാട്ടിലും താഴെയായിരിക്കും ആംഗിൾ ഓഫ് കോൺടാക്ട് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലടാ? ഇത്രയും ഇപ്പം നമ്മൾ ഒരൊറ്റ ചോദ്യം പറഞ്ഞെങ്കിലും അതിന്റെ കൂട്ടത്തിൽ നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ പഠിക്കുമ്പോൾ അതും കൂടെ ചേർത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അടുത്തത്, വാട്ട് ആർ ദ ഡൈമെൻഷൻസ് ഓഫ് സ്ട്രെയിൻ? സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ചേഞ്ച് ഇൻ ഡൈമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡൈമെൻഷൻ ആണ് സ്ട്രെയിൻ എന്ന് പറയുന്നത് അല്ലേ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ട്രെയിൻ വിച്ച് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഡൈമെൻഷൻ ഡിവൈഡ് ബൈ ഒറിജിനൽ ഡൈമെൻഷൻ. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും യൂണിറ്റോ ഡൈമെൻഷനോ ഉണ്ടാവോ? ഇല്ല, കാരണം എന്താണോ ഉള്ളത് അത് അങ്ങനെ തന്നെ ക്യാൻസൽ ആയി പോകും. കാരണം ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും വരുന്നത് സെയിം സംഭവമാണ്. സോ അതുകൊണ്ടാണ്. ഇനി സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താണ്, നമുക്ക് ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ ഉണ്ട്, ഷിയർ സ്ട്രെയിൻ ഉണ്ട്, അതുപോലെ തന്നെ വോളിയം സ്ട്രെയിൻ ഉണ്ട്, ഇതൊക്കെ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ആൻഡ് ഇതിന് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള എന്താ പറയുക ഒരു ലോ അല്ലെങ്കിൽ സ്ട്രെയിനും സ്ട്രെസ്സിനെയും കണക്ട് ചെയ്യുന്ന ഒരു ലോ നമ്മൾ പഠിച്ചു. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ഹുക്സ് ലോ.
Okay, Hooke's law ഇതും important ആണ്. So Hooke's law പറയുന്നത് എന്താണ്? Within the elastic limit, stress is proportional to strain ആണ്. And also we can write it as stress divided by strain, which is equal to a constant value. ആ constant value നമ്മൾ പറയുന്ന പേരാണ് modulus of elasticity. Okay, modulus of elasticity. അങ്ങനെ മൂന്നെണ്ണം ഡിഫറെന്റ് ആയിട്ടുള്ള നമ്മൾ പഠിച്ചു. അതേതൊക്കെയായിരുന്നടാ? യങ്സ് മോഡുലസ്, അതുപോലെ ബൾക്ക് മോഡുലസ്, സോറി ഷിയർ മോഡുലസ് ആൻഡ് ദെൻ ബൾക്ക് മോഡുലസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ആൻഡ് യെസ്, നമ്മൾ നെക്സ്റ്റ് ഇതിലോട്ട് പോവാണ് കേട്ടോ. വാട്ട് ഈസ് ദ ആക്സലറേഷൻ ഓഫ് എ ബോഡി ഫോളിംഗ് ത്രൂ എ ഫ്ലൂയിഡ് ആഫ്റ്റർ ടെർമിനൽ വെലോസിറ്റി ഈസ് റീച്ച്ഡ്? ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് എന്താണ്? സീറോ ആണ്. ആക്സലറേഷൻ സീറോ ആണ്. അപ്പം നമ്മളെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് സീറോ ആണ്. ക്ലിയർ അല്ലേ? In streamline, does the velocity of flow and also ഈ ഒരു സംഭവം പഠിക്കുന്ന സമയത്ത് ടെർമിനൽ വെലോസിറ്റി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടെയാണ് നമ്മുടെ ടോറിസെല്ലിസ് ലോ എന്ന് പറയുന്നത്. പഠിക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പഠിക്കാനും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ടോറിസെല്ലിസ് ലോ എന്താ പറയുന്നത്? യെസ്, ഒരു ഒബ്ജക്റ്റ് ഒരു ഹൈറ്റിൽ പെർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് ഫ്രീ ഫോൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഫ്രീ ഫോൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത്, ഓക്കെ, വെലോസിറ്റി എന്ന് പറയുന്നത് √2gh ആണ്. നമ്മൾ പഠിച്ചു. എക്സാക്ട്ലി ഇത് സെയിം തന്നെയായിരിക്കും ഒരു ഫ്ലൂയിഡിലൂടെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് പോകുമ്പോൾ എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് ടോറിസെല്ലിസ് ലോയിൽ. ഇനി അടുത്തത്, ഇൻ എ സ്ട്രീം ലൈൻ does the velocity of the flow at any point in the liquid vary with time എന്നാണ് ചോദിക്കുന്നത്. സോ എടാ മക്കളെ നോക്ക്, ഇപ്പൊ നോക്കിക്കേ, സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്? യെസ്, ഇറ്റ് ഈസ് എ സ്റ്റഡി ഫ്ലോ അല്ലെ? സ്റ്റഡി ഫ്ലോ ആണ്. അവിടെ നമ്മൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ വെലോസിറ്റി നമ്മൾ നോക്കി. ഇനി ആ വെലോസിറ്റി ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ്? ഒരിക്കലും ചേഞ്ച് ചെയ്തില്ല. കാരണം ചേഞ്ച് ചെയ്തിട്ടാണെങ്കിൽ അത് പിന്നെ എന്തല്ല സ്ട്രീം ലൈൻ അല്ല അല്ലെ? അതായത് ഇപ്പൊ എന്താ ഇങ്ങനെ വാട്ടർ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എടുത്ത ഒരു പോയിന്റ് ആണ് പോയിന്റ് എ എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു പാർട്ടിക്കിൾ വന്ന് ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റി VA ആയിരുന്നു. ആൻഡ് അടുത്ത പാർട്ടിക്കിൾ വരുമ്പോൾ വെലോസിറ്റിയിൽ മാറ്റം വരില്ല. സെയിം എക്സാക്ട്ലി ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ വെലോസിറ്റി നോക്കുവാണെങ്കിൽ അവിടെ നിന്ന് മാറ്റം വരത്തില്ല. ആൻഡ് അഗെയിൻ നമ്മളിപ്പോൾ തൊട്ടടുത്തൊരു പോയിന്റ് എടുത്തു, അവിടെ മേ ബി വെലോസിറ്റി മാറാതിരിക്കാം. പക്ഷെ എക്സാക്ട്ലി ഇവിടെ എന്താണോ വെലോസിറ്റി, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിലെ വെലോസിറ്റി എന്താണോ അതിൽ മാറ്റം വരത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സ്റ്റഡി ഫ്ലോ അല്ലെങ്കിൽ സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The pressure at the bottom of the tank containing a liquid does not depend upon pressure ആണ് നമുക്ക് അറിയേണ്ടത്. ഒരു ടാങ്കിന്റെ ബോട്ടമിലാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതാണ് ആ ഒരു പോയിന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, സോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അത് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് കോളം അതാണ് പ്രഷർ. നമ്മുടെ ഗേജ് പ്രഷർ നമ്മൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടുത്തെ ഹൈറ്റ് അറിഞ്ഞിരിക്കണം അല്ലെ? താഴെയാണെന്നുണ്ടെങ്കിൽ അത്രയും ഉള്ള ലിക്വിഡ് കോളത്തിന്റെ പ്രഷർ ആ ഒരു പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യും. ആൻഡ് ഏരിയ ഓഫ് ദി ബോട്ടം ഓഫ് ദി സർഫസ് അതിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നേച്ചർ ഓഫ് ദി ലിക്വിഡ് ഡെഫിനറ്റ്ലി അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ദ ആൻസർ ഇസ് ഏരിയ ഓഫ് ദി ബോട്ടം സർഫസ് ആണ്. പ്രഷർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സ്റ്റേണൽ ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, HROG അല്ലെ? HROG അവിടെ ഹൈറ്റും അതുപോലെ തന്നെ റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൻസിറ്റി ആണ്. ആൻഡ് G എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. സോ ഈ ഡെൻസിറ്റി എന്ന് പറയുന്നത് ആ ഫ്ലൂയിഡിന് അല്ലെങ്കിൽ ആ ലിക്വിഡിന്റെ നേച്ചർ അനുസരിച്ചിട്ട് മാറിപ്പോവും. അതുകൊണ്ട് ഈ 3 ഫാക്ടേഴ്സും അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. പക്ഷെ എന്താണ്? ഏരിയ ഓഫ് കോണ്ടാക്ട് ഓഫ് ദി ബോട്ടം സർഫസ് അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ക്ലിയർ അല്ലേ? സോ ഈ ഒരു ഇക്വേഷൻ, അതായത് നമ്മുടെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ പ്രഷർ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് HROG, ഗേജ് പ്രഷർ നമ്മൾ പറഞ്ഞു. ആ ഒരു ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. In Bernoulli's theorem, which of the following is conserved? Mass, linear momentum, energy, angular momentum. So നമ്മൾ പറഞ്ഞു ഫ്ലൂയിഡ് ഡൈനാമിക്സില്, ഓക്കെ, ഫ്ലൂയിഡ് ഡൈനാമിക്സില് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഏറ്റവും വലിയൊരു സംഭവമാണ് ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ വരുന്ന ഏറ്റവും അടിപൊളി ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്? യെസ്, ലോ ഓഫ് കൺസർവേഷൻ എന്താണോ ഫ്ലൂയിഡ് ഡൈനാമിക്സിലോട്ട് വരുമ്പോൾ അത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്താണോ അത് എക്സാക്ട്ലി ഫ്ലൂയിഡ് ഡൈനാമിക്സിലോട്ട് വരുമ്പോൾ എന്താണ്? ബെർണോളിസ് പ്രിൻസിപ്പിൾ ആണ്, അല്ലെങ്കിൽ ബെർണോളിസ് തിയറം ആണ്. ഓക്കെ, എന്താ ബെർണോളിസ് തിയറം പറയുന്നത്? അതായത് ഒരു ഐഡിയൽ ഫ്ലൂയിഡ് എടുക്കുകയാണ്, ഓക്കെ, ഒരു ഐഡിയൽ ഫ്ലൂയിഡ് എടുക്കുകയാണ്, അത് എക്സിബിറ്റ് ചെയ്യുന്നത് ഒരു സ്റ്റഡി ഫ്ലോ ആണ്. ഓക്കെ, സ്റ്റഡി ഫ്ലോ ആണ്. ക്ലിയർ അല്ലടാ? ഐഡിയൽ സൊല്യൂഷൻ ആണ്, അത് എക്സിബിറ്റ് ചെയ്തത് സ്റ്റഡി ഫ്ലോ ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ പ്രഷർ ആണ് അല്ലെ? പ്രഷർ എനർജി. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ ഇസ് കൈനറ്റിക് എനർജി and also potential energy.
ഓക്കെ അല്ലേ? ഇത്രയുമാണ് ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. സോ ഈ മൂന്നെണ്ണത്തിന്റെയും സം എന്ന് പറയുന്നത് ആസ് എ കോൺസ്റ്റന്റ് വാല്യൂ എന്നാണ് പറയുന്നത്. ഇനി ബെർണോളിസ് തിയറം സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് ചെയ്യാൻ ഇത്രയും പോയിന്റ്സ് മതി. ഐഡിയൽ ഫ്ലൂയിഡ് ആയിരിക്കണം, സ്റ്റഡി ഫ്ലോ ആയിരിക്കണം, ദെൻ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോളിയം. ടോട്ടൽ എനർജി നിങ്ങൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. പ്രഷർ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി is a constant value. Some of these values is a constant value. And mathematical representation ചോദിച്ചാൽ P which is equal to half into rho v square plus rho g h which is equal to a constant value. ക്ലിയർ അല്ലടാ? ഇതാണ് നമ്മുടെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. സോ ബെർണോളിസ് തിയറം എന്താണെന്നുള്ളത് ഒരു 2 മാർക്കിനായിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകണം. എ വയർ is stretched to double of its length. What is the strain? അപ്പം സ്ട്രെയിൻ എന്ന് പറയുന്നത് അഗെയിൻ നമ്മൾ എഴുതാൻ പോവാണ്. എന്താണ് ഇവിടെ ലെങ്ത് വൈസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് അല്ലെ, ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. സോ ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ, ഒറിജിനൽ ലെങ്ത്. സോ ഇവിടെ നമ്മൾ ഒറിജിനൽ ലെങ്ത് ലെറ്റ്സ് സേ സപ്പോസ് L എന്ന് എടുത്തു കേട്ടോ. ഇനി നമ്മളിത് പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഡബിൾ ചെയ്തു അല്ലെ, അതായത് ടോട്ടൽ ലെങ്ത് ഇപ്പൊ എന്തായി സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞപ്പം ടോട്ടൽ ലെങ്ത് എന്തായി 12 ആയി. ഓക്കെ, ഇൻ ദ ബിഗിനിങ് ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ അല്ലായിരുന്നു. ആൻഡ് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞപ്പം എത്രയായി, ഡബിൾ ഓഫ് ഇറ്റ്സ് ലെങ്ത്, അതായത് L ആയിരുന്നെങ്കിൽ ഇപ്പൊ എത്രയാണ്, 12 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ നോക്കാം. ഫസ്റ്റ് എന്താണ് ചേഞ്ച് ഇൻ ലെങ്ത്. സോ ഇപ്പോഴത്തെ ലെങ്ത് 12 ആണ് മൈനസ് ഒറിജിനൽ ലെങ്ത് അല്ലെ, അതല്ലേ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത്, ഡിവൈഡഡ് ബൈ L. സോ L by L which is equal to 1 വരും. സോ സ്ട്രെയിന്റെ വാല്യൂ എത്രയാണ്, സ്ട്രെയിന്റെ വാല്യൂ വരും 1. ക്ലിയർ അല്ലടാ? അഗൈൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്തത്, വാട്ട് ഈസ് ഗേജ് പ്രഷർ? ഗേജ് പ്രഷർ ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അബ്സല്യൂട്ട് പ്രഷർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. നമ്മൾ പറഞ്ഞു അബ്സല്യൂട്ട് പ്രഷർ വിച്ച് ഇസ് ഈക്വൽ ടു, ഓക്കെ, ഒരു ഫ്ലൂയിഡ് ഒരു കണ്ടെയ്നറിൽ ഇരിക്കുവാണ്, ഓക്കെ അല്ല, അവിടെ ഈ ഫ്ലൂയിഡ് ഇങ്ങനെ നിറഞ്ഞിരിപ്പുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റിലെ പ്രഷർ ആണ് നമുക്ക് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ഇവിടെ ആക്ട് ചെയ്യും? ഇറ്റ് ഇസ് ഓപ്പൺ ടു സർഫസ് ആണെങ്കിൽ അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കും അല്ലെ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടായിരിക്കും. ആൻഡ് ഓൾസോ ഇവിടെ ഉള്ള ഈ ഒരു ലിക്വിഡ് കോളം എത്രത്തോളം, അതായത് ആ ലിക്വിഡ് കോളം എക്സ്പീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഫ്ലൂയിഡ് എക്സ്പീറ്റ് ചെയ്യുന്ന പ്രഷർ ആണ് ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. സോ വി ക്യാൻ റെപ്രസെന്റ് ഇറ്റ് ആസ് PG. ഓക്കെ അല്ലേ? അതിന്റെ വാല്യൂ നമ്മൾ പറഞ്ഞു H rho G ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലടാ. ഫ്ലൂയിഡ് കോളം എക്സിബിറ്റ് ചെയ്യുന്ന പ്രഷർ ആണ് ഗേജ് പ്രഷർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ P is equal to നമ്മൾ പറഞ്ഞു PATM, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന P0 എന്ന് പറഞ്ഞു പഠിക്കുകയാണെങ്കിൽ P0 പ്ലസ് എന്താണ് H rho G അല്ലെങ്കിൽ നമ്മുടെ ഗേജ് പ്രഷർ. അങ്ങനെയാണെങ്കിൽ ഈ ഗേജ് പ്രഷറിന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ P മൈനസ് PATM അല്ലെ. P എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് പ്രഷർ ആണ്, PATM എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫറിക് പ്രഷർ ആണ്. അത് രണ്ടിന്റെയും ഡിഫറൻസ് ആണെന്ന് പറയുന്നത് ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഫ്ലൂയിഡ് എക്സിബിറ്റ് ചെയ്യുന്ന ആ ഫ്ലൂയിഡ് കോളം എക്സിബിറ്റ് ചെയ്യുന്ന പ്രഷർ ആണ് എക്സാക്ട്ലി ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, according to Hooke's law of elasticity, if stress is increased, then what happens to the ratio of stress to strain? നമുക്കറിയാം Hooke's law എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, Hooke's law എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ stress is proportional to strain ആണ്. ഓക്കെ, stress is proportional to strain. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ stress by strain എന്ന് പറഞ്ഞു നമ്മള്, ഓക്കെ, ഇത് ചുമ്മാ പറയുന്നത് വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് ആണ് കേട്ടോ, വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് ആണ്, which is equal to a constant value. ക്ലിയർ അല്ലടാ? അങ്ങനെയാണെങ്കിൽ സ്ട്രെസ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താവണം, ഇത് കുറഞ്ഞു വരണം, സ്ട്രെയിൻ കുറഞ്ഞു വരണം, എങ്കിൽ മാത്രമാണ് ഈ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന വാല്യൂവിന് അർത്ഥം വരത്തുള്ളൂ. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ് ബൈ സ്ട്രെയിൻ അല്ലെങ്കിൽ ഈ ഒരു ഇലാസ്റ്റിക് മോഡിലേക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ? ഇല്ല, ഇറ്റ് വിൽ ബി കോൺസ്റ്റന്റ്. സ്ട്രെസ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് സ്ട്രെയിൻ കുറഞ്ഞോളും, കാരണം ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ. The ratio of two wires of same material, okay, same material എന്ന് തന്നിട്ടുണ്ട്. Ratio is 2:1. Okay, അതായത് റേഡിയസ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, 2:1 ആണ്. If the wires are stretched by equal forces, ഓക്കെ, രണ്ടും കൊടുക്കുന്ന ഫോഴ്സ് സെയിം തന്നെയാണ്. രണ്ട് വയേഴ്സ് ഉണ്ട്, ആ രണ്ട് വയേഴ്സിന്റെയും റേഡിയസിന്റെ റേഷ്യോ വരുന്നത് 2:1 ആണ്. അത് രണ്ടും സെയിം മെറ്റീരിയൽ കൊണ്ടാണ്. ആൻഡ് രണ്ടിടത്തും അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സിന്റെ വാല്യൂം സെയിം തന്നെയാണ്. ദെൻ ദ സ്ട്രെസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ S1, അതായത് ഫസ്റ്റ് വയറിന്റെ സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഫോഴ്സിൽ മാറ്റമല്ലല്ലോ, ഡിവൈഡഡ് ബൈ A1 അല്ലെ, ഏരിയ അല്ലെ. ഇനി S2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എഗെയിൻ ഫോഴ്സിൽ മാറ്റമല്ല, സോ ഞാൻ അവിടെ F എന്ന് തന്നെ ഇട്ടു, ഡിവൈഡഡ് ബൈ A2. സെയിം മെറ്റീരിയൽ ആണ്. സോ അങ്ങനെയാണെങ്കിൽ F by pi r1 square which is equal to wire അല്ലടാ, so pi r2 square. ക്ലിയർ അല്ലടാ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ S1 by S2 റേഷ്യോ അല്ലേ വേണ്ടത്, അത് വരുമ്പോൾ എന്തായി പോവും, R2 by R1 the whole square എന്ന് വരും. ഓക്കെ അല്ലെ? R2 by R1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, this is R1 by R2, നമുക്ക് പറയാം 2/1 ആണ്. then R2 by R1 will be equal to 1/2. so ഞാൻ എഴുതുവാണ് 1/2 the whole square. So this will be equal to 1/4. So S1 by S2, രണ്ട് റേഷ്യോസ് തമ്മിലുള്ള, രണ്ട് വയേഴ്സിന്റെ സ്ട്രെസ്സസ് തമ്മിലുള്ള റേഷ്യോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ we can write it as 1/4 എന്ന് പറഞ്ഞിട്ട് എഴുതാനായിട്ട് പറ്റും. All set clear? Yes.
So we are going to the next question. Surface tension of a soap solution is 1.9 into 10 to the power minus 2 Newton per meter square. Calculate the work done in blowing a bubble of 2 centimeter diameter. ഓക്കെ അല്ലടാ. അപ്പൊ നമുക്ക് അവിടെ അറിയേണ്ടത് എന്താണ്, അവിടെ എത്രത്തോളം വർക്ക് ഡൺ നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ. അതായത് ഇത്രയും ഡയാമീറ്ററിലോട്ട് നമ്മൾ ഇതിനെ എന്താ പറയാ വലുതാക്കണമെങ്കിൽ എത്രത്തോളം നമ്മൾ എന്താ പറയാ വർക്ക് ഡൺ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ വർക്ക് ഡൺ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിരുന്നു സർഫസ് ടെൻഷൻ ഇൻടു സർഫസ് ഏരിയ എന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. സർഫസ് ടെൻഷൻ ഇൻടു സർഫസ് ഏരിയ നമ്മൾ പഠിച്ചിരുന്നു. സോ ഇവിടെ സർഫസ് ടെൻഷന്റെ വാല്യൂ എന്താണ്? യെസ്, ദാറ്റ് ഇസ് എക്സാക്ട്ലി 1.9 into 10 to the power minus 2 എന്ന് തന്നിട്ടുണ്ട്. ഇനി സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ് വരിക? സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ബബിൾ ആണ്. സോ 2 സെന്റിമീറ്റർ ആണ് അതിന്റെ ഡയമീറ്റർ വരുന്നത്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 4 pi r square into 2 എന്ന് എഴുതാം. And finally we will get it as 15.2 into 10 to the power minus 6 pi joules എന്ന് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? അതാണ് നമ്മുടെ വർക്ക് ഡൺ. ഇത്രയും 2 സെന്റിമീറ്ററിലോട്ട് തന്നെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള എന്താ പറയാ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് 15.2 into 10 to the power minus 6 pi joules. Clear? Yes. And finally നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് പോയി. Two wires have the same material and length. Okay, 2 wires ഉണ്ട്, അതിന്റെ സെയിം മെറ്റീരിയലും ലെങ്ത്തും ആണ്. ഓക്കെ അല്ലടാ. ബട്ട് ദെയർ masses are in the ratio of 4:1. അതായത് ഇപ്പൊ let's say m1 by m2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ that will be 4/3. They are stretched by the same force. F1 F2 എന്ന് പറയുന്നത് എന്താണ്? F തന്നെയാണ്. Their elongations will be in the ratio of, അതായത് നമുക്ക് ഡെൽറ്റ L1 ഉം ഡെൽറ്റ L2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനി ലെങ്ത് എന്ന് പറഞ്ഞാലോ L1 which is equal to L2 which is equal to L തന്നെയാണ്. സെയിം ലെങ്ത് എന്ന് തന്നിട്ടുണ്ട്, മെറ്റീരിയലും സെയിം ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിട്ടുള്ളത് ഇലോങ്ങേഷൻ ആണ്. ഇലോങ്ങേഷൻ നമുക്ക് കണ്ടുപിടിക്കാലോടാ. നമുക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് യങ്സ് മോഡുലസ് അല്ലെ. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ FL by A ഡെൽറ്റ L ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് മെറ്റീരിയൽ സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് യങ്സ് മോഡുലസിൽ മാറ്റം വരത്തില്ല. സോ Y1 എന്ന് പറയുന്നതും Y2 എന്ന് പറയുന്നതും എക്സാക്ട്ലി സെയിം തന്നെയാണ്. Y എന്ന് എടുക്കാൻ പറ്റും. സോ ഹിയർ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് Y is equal to, ഇത് ഫസ്റ്റത്തെയാണ് കേട്ടോ, ഫസ്റ്റ് വയറിന്റെയാണ് നമ്മൾ പറയുന്നത്. Y is equal to F into ഒറിജിനൽ ലെങ്ത്തിലും മാറ്റമല്ല, A എന്ന് പറയുന്നതിൽ മാറ്റമുണ്ടോ? യെസ്, A എന്ന് പറയുന്നതിൽ. ഓക്കെ, ഇത് നമ്മൾ എന്താ പറയാ നമ്മൾ മാസിന്റെ ടേംസിലോട്ട് മാറ്റണം. ഓക്കെ, മാസിന്റെ ടേംസിലോട്ട് മാറ്റണം. സോ മാസിന്റെ ടേംസിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? യെസ്, നമ്മുടെ ഡെൻസിറ്റിയും കൂടെ കണക്ട് ചെയ്യുക. ഡെൻസിറ്റി is equal to mass by volume ആണ്. ആൻഡ് മാസ് ബൈ ഏരിയ ഇൻടു ലെങ്ത് ആണ് വോളിയം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ റോ എ എൽ ആണ് എന്ന് പറയുന്നത് മാസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? റോ ഇൻടു എ ഇൻടു എൽ ആണ് മാസ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആകെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇലോങ്ങേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനെ മാത്രമായിരിക്കും? മാസിനെ മാത്രമായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുക. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എന്താണ്? M1 by M2. M1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? A1 into L into P. L into റോ. L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ ലെങ്ത് ആണ്, അതാണ് നമ്മൾ ഇവിടെ എഴുതിയത്. റോ ഇൻടു A1 into L. ഓക്കെ, കാരണം എന്താണ്? എല്ലിന് മാറ്റമില്ല, ഒറിജിനൽ ലെങ്ത്തിലും മാറ്റമില്ല. ഇനി രണ്ടാമത്തെ മാസോ റോ ഇൻടു A2 into L. ഓക്കെ അല്ലടാ. അപ്പൊ നമുക്ക് A1 by A2 എന്ന് പറയുന്നതിന് നമുക്കൊരു റേഷ്യോ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ അല്ലടാ. അതായത് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ M1 by M2, ഇതല്ലേ M1 by M2. റോയും ക്യാൻസൽ ആയി, എല്ലും ക്യാൻസൽ ആയി പോയി, നമുക്ക് കിട്ടി A1 by A2 എന്ന് പറയുന്നത് തന്നെയാണ് M1 by M2 എന്ന് പറയുന്നത്. സോ നമുക്ക് എഴുതാം എന്താണ്? FL into A1 into ഡെൽറ്റ L. ഓക്കെ, ഡെൽറ്റ L. ആൻഡ് ദെൻ നമ്മൾ രണ്ടാമത്തെ എഴുതാൻ പോവാണ് FL divided by A2 into delta L2. This is L1. ക്ലിയർ അല്ലടാ? ഇനി നമ്മൾ ഇതിനെ മാത്രം റേഷ്യോ എടുത്താൽ മതി. ആ റേഷ്യോ എന്ന് പറയുന്നത് എക്സാക്ട്ലി എന്തിന്റെ റേഷ്യോനോട് ഈക്വൽ ആയിരിക്കും? അതായത് ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് മനസ്സിലായി, പ്രൂവ്ഡ് ആണ്. M1 by M2 എന്ന് പറയുന്നത് A1 by A2 ആണ്. അതായത് എവിടെയെങ്കിലും A1 by A2 വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? M2 by M1 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഹിയർ ഞാൻ ചെയ്യാൻ പോവാണ്. സോ ഇത് രണ്ടും, അതായത് ഫസ്റ്റിന്റെയും സെക്കൻഡിന്റെയും ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഭാഗങ്ങൾ രണ്ടും ക്യാൻസൽ ആയി പോകും അല്ലെ. പിന്നെ എഫും ക്യാൻസൽ ആയി, എല്ലും ക്യാൻസൽ ആയി പോകും. പിന്നുള്ളത് എന്താണ്? A1 ഡെൽറ്റ L1 divided by A2 ഡെൽറ്റ L2. അപ്പം എങ്ങനെ വരും? A2 delta L2 divided by A1 delta L1 എന്ന് നമുക്ക് കിട്ടും, which is equal to 1. കാരണം റൈറ്റ് ഹാൻഡ് സൈഡ് രണ്ടും ക്യാൻസൽ ആയി പോയി അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ L2 divided by ഡെൽറ്റ L1, ഇതാണ് ഇലോങ്ങേഷൻ, which is equal to എന്താണ്? A1 by A2 എന്ന് വരും. സോ A1 by A2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? M1 by M2 ആണ്. M1 by M2 യുടെ റേഷ്യോ എന്താണ്? ദാറ്റ് ഇസ് 4/3. സോ ഇലോങ്ങേഷന്റെ വരുമ്പോൾ എന്തായിരിക്കും വരാ? 4/3. നമ്മുടെ ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ടു സെക്കൻഡ് ആണ്. സോ നേരെ തലതിരിക്കുക അല്ലെ, നേരെ തലതിരിക്കുക. ഇവിടെ കിട്ടിയത് എന്താണ്? ഡെൽറ്റ L2 by ഡെൽറ്റ L1 which is equal to 4/3. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡെൽറ്റ L1 by ഡെൽറ്റ L2 ആണ്. സോ ദിസ് വിൽ ബി 3/4. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാം. ഇനി അടുത്തതിലോട്ട് നമ്മൾ പോവാണ്.
Water rises up to a height of 5 centimeter in a capillary tube of radius 20 millimeter. What is the radius of the capillary tube if the water rises up to a height of 10 centimeter in it? Okay, ഇവിടെ നമുക്കറിയാലോ height എന്ന് പറയുന്നത് capillary rise ലെ height എന്ന് പറയുന്നത് which is inversely proportional to 1 by r ആണ് അല്ലേ? നമ്മൾ പഠിച്ചിരുന്നു 2 cos theta divided by r ആണ് അല്ലേ? divided by r ആണ് വരുന്നത്. സോ അതുകൊണ്ട് നമ്മുടെ h ഉം ഇതും inverse relation ആണ്. സോ നമ്മൾ h1 by h2 കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും r2 by r1 ആയിരിക്കും റേഷ്യോ വരിക. സോ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് r1 ഉം r2 എന്താണ് തന്നിട്ടുണ്ട്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എന്താണ് ഇവിടെ വന്നിട്ടുള്ളത് ഫസ്റ്റ് capillary raceന്റെ ട്യൂബിന്റെ ഇത് 2 millimeter മറ്റത് 10 centimeter സോറി 5 centimeter അതുപോലെ 10 centimeter ആണ് ഹൈറ്റ് എന്നുള്ളത്. സോ അതിന്റെ രണ്ടിനും റേഷ്യോ എടുക്കുക. റേഷ്യോ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരെണ്ണത്തിന്റെ ഒരു capillary raceന്റെ റേഡിയസ് നമുക്ക് അതായത് ട്യൂബിന്റെ റേഡിയസ് നമുക്കറിയാം 2 millimeter ദെൻ ഈസി ആയിട്ട് നമുക്ക് രണ്ടാമത്തെ തന്നെ കണ്ടുപിടിക്കാം. ക്ലിയർ? യെസ്. അപ്പം ഇനി അടുത്ത ചോദ്യത്തിലോട്ട് കൂടെ നമുക്ക് പോവാം. A hydraulic automobile lift is designed to lift cars with a maximum mass of 3000 kg. The area of cross section of the piston carrying the load is 425 centimeter square. What maximum pressure would be the smaller piston have to bear? So ഇവിടെ നമുക്ക് അറിയാലോടാ ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ് അല്ലെ? ഹൈഡ്രോളിക് ഓട്ടോമൊബൈൽ ലിഫ്റ്റ് ആണ്. നമ്മൾ അതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് പഠിച്ചതും ദാറ്റ് ഇസ് നത്തിങ് ബട്ട് പാസ്കൽസ് ലോ. സോ ഇവിടെ പ്രഷർ നമ്മൾ കൊടുക്കുന്നത് F/A ആണ്. ആൻഡ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻറ്റു ആക്സലറേഷൻ അല്ലേ? സോ അത് കണ്ടുപിടിക്കാനുള്ള എല്ലാ ഡാറ്റയും ഇവിടെ തന്നിട്ടില്ലേ? ദാറ്റ് ഈസ് മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3000 കിലോഗ്രാം തന്നിട്ടുണ്ട്. ആൻഡ് ഹിയർ എ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് G 9.8 ആണ്. സോ നമുക്ക് ഫോഴ്സിന്റെ വാല്യൂ കിട്ടി. ഇനി അടുത്ത നമുക്ക് ഇവിടെ പ്രഷർ കണ്ടുപിടിക്കണം, ഏരിയ കണ്ടുപിടിക്കണം. ആ ഏരിയ ഇവിടെ തന്നിട്ടുണ്ട് 425 സെന്റിമീറ്റർ സ്ക്വയർ എന്ന്. അതിനെ നമ്മൾ യൂണിറ്റ് മാറ്റി എഴുതി സ്ക്വയർ മീറ്ററിലോട്ട് മാറ്റി എഴുതി. ആൻഡ് ഈസി ആയിട്ട് ഈ കിട്ടിയ രണ്ട് വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രഷറിന്റെ വാല്യൂം കിട്ടും. ക്ലിയർ അല്ലേ? യെസ്. And calculate the elastic energy stored per unit volume of a material of Young's modulus Y if it is subjected to a stretching stress. So ഇവിടെ എന്താണ്? എനർജി ഇക്വേഷൻ നമുക്കറിയാലോ, ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ആണ്. ഓക്കെ, സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ആണ്. അങ്ങനെയാണെങ്കിൽ സ്ട്രെസ്സിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സ്ട്രെസ്സിന് നമുക്ക് എഴുതാൻ പറ്റും Y is equal to സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ട്രെസ്സിന് എഴുതാം y into strain എന്നുള്ളത് നമുക്ക് എഴുതാം. സോ എക്സാക്ട്ലി ദ സെയിം തിങ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ നമുക്ക് കിട്ടും ഹാഫ് ഇൻറ്റു സ്ട്രെസ്സിന് പകരം നമ്മൾ കൊടുത്തു y into strain ആൻഡ് ഓൾറെഡി അവിടെ ഒരു സ്ട്രെയിൻ ഉണ്ട്. സോ വി വിൽ ഗെറ്റ് സ്ട്രെയിൻഡ് സ്ക്വയർ കിട്ടും. ഓക്കെ അല്ലേ? എക്സാക്ട്ലി നമുക്ക് ആ ഒരു വാല്യൂ കിട്ടി. ഓക്കെ അല്ലടാ? യെസ്. ഇനി അടുത്തത് explain why the blood pressure in human is greater at the feet than at the brain. കാരണം എന്താണ്? ഹൈറ്റ് ആണ് അല്ലെ? ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം പ്രഷറിന് ഹൈറ്റ് വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ഹൈറ്റിന്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ the height of the blood column in the human body is more at feet than at the brain ആണ് അല്ലെ? അതായത് ഇപ്പം ബ്രെയിനിലുള്ള ഫ്ലൂയിഡ് കോളം എക്സേർട്ട് ചെയ്യുന്ന പ്രഷറും അതേപോലെ തന്നെ ഫീറ്റിലോട്ട് എക്സേർട്ട് ചെയ്യുന്നത് വ്യത്യാസമുണ്ട് ബിക്കോസ് ഓഫ് ഹൈറ്റ്. ദിസ് ഇസ് വൈ ബ്ലഡ് എക്സേർട്സ് മോർ പ്രഷർ at the feet than at the brain. What are the assumptions of Bernoulli's theorem? That is nothing but of course എന്താണ്? Yes, Bernoulli's theorem steady flow ആയിരിക്കണം നമ്മുടെ എന്താ പറയാ ഫ്ലൂയിഡ് എക്സിബിറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി an ideal fluid. ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ്? That should be incompressible, non viscous ആയിരിക്കണം and the flow is in one dimension. Okay, and അതിന്റെ viscosity നമ്മൾ പറഞ്ഞു non viscous ആയിരിക്കണം. So viscosity should be 0. ക്ലിയർ അല്ലടാ? സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ആ ടൈം മാത്രം ഒന്ന് സ്പെസിഫൈ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ ഒന്ന് പറയുക. ആൻഡ് ഓൾസോ മക്കളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് MVSAT എക്സാം ഉണ്ട്. MVSAT എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് തീർച്ചയായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഫ്രീ ആണ്. സോ ആ രജിസ്ട്രേഷൻ ചെയ്യുക. ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഡിസംബർ 2-ാം തീയതി മുതൽ 10-ാം തീയതി വരെയാണ്. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം. 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് പ്ലസ് റിപ്പീറ്റേഴ്സ് അടക്കം ഈ ഒരു എക്സാം എഴുതാം. അതിന്റെ എല്ലാ ഫീച്ചേഴ്സും പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. സോ ആ ഒരു വീഡിയോ കൂടെ ചെക്ക് ഔട്ട് ചെയ്യുക. സോ സ്റ്റേ ട്യൂൺഡ് ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്സ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.